ഹേ എവരിവൺ, നമ്മുടെ ചാനലിലെ ഒരു ക്വിക്ക് ഇൻറ്ററാക്റ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത്. സാധാരണ ഈ ചാനലിൽ ചെയ്യാറുള്ളത് ബൈക്ക് റിവ്യൂസും അതുപോലെ ട്രാവൽ വ്ളോഗ്സൊക്കെയാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിങ്ങനെ ഈ ട്രാവൽ വ്ളോഗ്സും അതുപോലെ ബൈക്ക് റിവ്യൂസൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര്, നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവരായാലും അല്ലാതെ ബാക്കി ചാനലിലെ വീഡിയോസ് കാണുന്നവരൊക്കെ ആയാലും, നിങ്ങൾക്ക് പലർക്കും ബൈക്സ് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. നിങ്ങളങ്ങനെ അല്ലെങ്കിൽ ട്രാവൽ ഒരുപാട് ഇഷ്ടമുള്ളവർ ആയിരിക്കും. നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അതുപോലെ മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് എങ്ങനെയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ്, എൻ്റെ ക്യാമറയൊക്കെ ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഐഫോൺ ഉള്ളവർക്കും ഗോപ്രോ ഉള്ളവർക്കും മാത്രം പറഞ്ഞേക്കേണ്ട സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്കും ഹെവി എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുള്ള പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഈ സംഭവം ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ആക്ച്വലി. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ട് ഞാൻ ഈ ഏകദേശം പല വർഷങ്ങളായി ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നു. എൻ്റെ കയ്യിൽ ഗോപ്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ വിളിച്ചതിലായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ചെറിയ ലൈറ്റൊക്കെ ചെറുതായിട്ട് കുറവുണ്ട് കേട്ടോ. നമുക്ക് താഴെ ഒരു നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഹിൽ ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ എക്യുപ്മെൻറ്റ്സ് തന്നെ ആദ്യം പറയാം. ഞാനിപ്പോൾ ഇതായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗോപ്രോ ഹീറോ 9 ഞാനപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയൊരു ഓഫർ കിട്ടിയ സമയത്ത് ഒരു 1.5 വർഷം മുമ്പ് ഒരു 35,000 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയത്. അതോടൊപ്പം ഞാൻ മൗനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഞാനൊരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു മൈക്കാണ്. ഏകദേശം ഒരു 450 രൂപയൊക്കെയാണ് ആ ഒരു മൈക്കിന് വില വരുന്നത്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ ഘടിപ്പിച്ച് യൂസ് ചെയ്യാൻ അത്യാവശ്യം മോട്ടോ വ്ളോഗിങ്ങിനൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി, വോയിസ് ക്ലാരിറ്റിയും അതുപോലെ നോയ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ വോയിസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൂടാതെ നമുക്കിപ്പോൾ ഈ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോപ്രോയ്ക്ക് ചെറിയൊരു വിഷയമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഗോപ്രോയുടെ ഒരു 9,000 രൂപയൊക്കെ കൊടുത്ത് ഒരു മീഡിയ മോഡ് എന്ന് പറയുന്ന ഒരു സംഭവം വാങ്ങണം. അത് വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ മൈക്ക് കണക്ട് ചെയ്യാം. അതിൽ തന്നെ ഓൾറെഡി മൈക്ക് ഉണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഹെൽമെറ്റിൻ്റെ അകത്തൊക്കെ വെച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ മൈക്ക് കൊണ്ടുവരും. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ എൻ്റെ ഒരു മൈക്ക് അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഡാപ്റ്ററിന് തന്നെ ആ ഒരു ജസ്റ്റ് ഒരു അഡാപ്റ്റർ ഗോപ്രോയുടെ വാങ്ങണമെങ്കിൽ അതിന് തന്നെ 4,500 രൂപ 5,000 രൂപയൊക്കെ വില വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾ വീണ്ടും അങ്ങനെ ഒരു സംഭവം വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. കാരണം അതില്ലാതെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിങ്ങൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര നോയ്സ് ഉണ്ടാവും. ഒന്നാമത് കാറ്റൊക്കെ അടിച്ച് കയറും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടില്ല. രണ്ടാമത് ഞാനിപ്പോൾ റീസെൻ്റ്ലി വീഡിയോസൊക്കെ സിനിമാറ്റിക് വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. എൻ്റെ ഫോൺ iPhone 14 Pro ആണ്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇത് കൂടാതെ നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ ബൈക്ക് റിവ്യൂസൊക്കെ എസ്പെഷ്യലി എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നൊരു മൈക്ക് വിത്ത് ഞാനൊരു ഫറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നോയ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൈക്കിലൊരു അതിന് ഡെഡ് ക്യാറ്റ് അല്ലെങ്കിൽ ഫർ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സംഭവമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നോയ്സ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മൈക്ക് യൂസ് ചെയ്ത് അതിൻ്റെ ഒപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം നോയ്സിൽ ഇങ്ങനെയുള്ള വീഡിയോസും നമ്മുടെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൈക്ക് അനിവാര്യമായിട്ടുള്ള സംഭവിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നൊരു മൈക്ക് ബോയ M1 എന്ന് പറയുന്ന ഒരു 850 രൂപ റേഞ്ചിലുള്ള ഒരു മൈക്കാണ്. അതും അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് വരുന്നൊരു മൈക്കാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എവിടെ വേണമെങ്കിലും ഈ ഒരു ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ഐറ്റമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, മൈക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം നമുക്ക് ക്ലാരിറ്റി ഒരു ഭയങ്കര ഒരു ഘടകമാണ് ഈ നമ്മൾ വോയിസൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഫോൺ വെച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളൊരു എക്സ്ട്രാ ക്യാമറ അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. അതായത് ഹെൽമെറ്റിൽ ഫോൺ കണക്ട് ചെയ്യാവുന്ന മൗണ്ട്സ് ഒക്കെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഒരു 500 രൂപയിൽ താഴെ അങ്ങനത്തെ മൗണ്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സ്മാർട്ട് ഫോണുള്ള ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിലാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാങ്ങി ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെയ്യുക, അങ്ങനെയുള്ള സംഭവം ചെയ്യേണ്ടി വരും. അതില്ലാതെ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ക്ലാരിറ്റിയുള്ള വീഡിയോ ഉള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മോട്ടോ വ്ളോഗിങ് ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ല വീഡിയോ സ്റ്റെബിലിറ്റിയും ഒക്കെയുള്ള നല്ല ക്യാമറയുള്ള ഒരു ഫോൺ അഫോർഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് തന്നെ ഇതിൽ ഘടിപ്പിച്ചിട്ട് അത്യാവശ്യം വൈഡായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഗോപ്രോയുടെ അൾട്രാ വൈഡിലിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു വൈഡ് ലെൻസിലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നല്ല ഫൂട്ടേജസ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവത്തിൽ പോലും. അതിൽ നിങ്ങൾക്ക് ക്യാമറ അഫോർഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ക്യാമറ വാങ്ങാൻ പറ്റും എന്നാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒഴിവാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് DSLR എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിനിമാറ്റിക് വീഡിയോസ് അല്ലെങ്കിൽ ബൈക്ക് നിർത്തിയിട്ട് വീഡിയോസൊക്കെ ഒരുപാട് പേര് വലിയ വ്ളോഗേഴ്സും അതുപോലെ ഈ ഒരു ഓട്ടോ ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ശരിക്കും എടുക്കുന്നത് നല്ല DSLR ക്യാമറകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിറർലെസ് ക്യാമറകളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓട്ടോ ജേർണലിസം അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ഒഴിവാക്കാൻ നമുക്ക് മൊബൈലും ക്യാമറയും വെച്ചിട്ട് തന്നെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചെയ്ത ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മൊബൈൽ വെച്ചിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതല്ല നിങ്ങൾക്കൊരു ആക്ഷൻ ക്യാമറ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം അത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള വൈഡ് ആംഗിളുള്ള വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാനായിട്ട് അതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഗോപ്രോ വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. ഗോപ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടോപ്പ് ബ്രാൻഡ്സിലൊന്നാണ്, നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗോപ്രോയേക്കാളും നിങ്ങൾക്കൊരു ഗോപ്രോ ഹീറോ 9 10 വാങ്ങുന്നൊരു പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാ 360 1 hour അങ്ങനെയൊക്കെ വാങ്ങാം. ഇതൊന്നും ഞാൻ അവിടെ നിന്ന് പൈസ മേടിച്ച് പറയുന്നൊന്നുമല്ല. അങ്ങനത്തെ ഒരു ക്യാമറ ചൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 360 ഡിഗ്രി വ്യൂ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഗോപ്രോയുടെ ആ ഒരു ക്വാളിറ്റിയിൽ നിന്ന് ചെറിയൊരു കുറവാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എപ്പോഴും അതിൻ്റെ ഒരു ഫുട്ടേജിൻ്റെ ഒരു ക്വാളിറ്റി. പക്ഷേ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇൻസ്റ്റാ 360യിൽ നിന്നുള്ള അവരുടെ ക്യാമറാസ് 360 ഡിഗ്രി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറാസ് നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളതിൽ അത്രയും പണമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞൊരു ആക്ഷൻ ക്യാം നോക്കാം. പക്ഷേ കുറഞ്ഞൊരു ആക്ഷൻ ക്യാം എന്ന് പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തൊക്കെ ഒന്നൊക്കെ വെച്ചിട്ട് ഒരു 10,000 രൂപയിലൊക്കെ കുറഞ്ഞിട്ടുള്ള ആക്ഷൻ ക്യാംസ് ഒന്നും തന്നെ ക്വാളിറ്റിയുള്ള ഫൂട്ടേജസ് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലും നന്നായിട്ട് നമുക്കൊരു 15,000 രൂപയിലൊക്കെ ഉള്ളൊരു ഫോണിൽ തന്നെ പലപ്പോഴും അതിൽ നല്ല ഫൂട്ടേജസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 20,000 റേഞ്ചിലെങ്കിലുള്ള ഒരു SJ ക്യാമോ അങ്ങനത്തെ ഒരു ക്യാമറ വാങ്ങാൻ ശ്രമിക്കണം എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അതല്ല അതിൽ കുറഞ്ഞ റേഞ്ചിൽ നല്ല ക്യാമറ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടേക്കുന്ന ക്യാമറാസൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടിയ ലെവലിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് DSLR വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് നിർത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ DSLR അതുപോലെ ഇപ്പോൾ ഹെലിക്യാമൊക്കെ ഉപയോഗിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് ചെയ്യാം. അതല്ല നിങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തായാലും അടിപൊളിയാണ്, അത് കേട്ടാൽ ആൾക്കാരിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും മൈക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 500 രൂപ 1000 രൂപയിലൊക്കെ താഴെ നല്ല ഒരു മൈക്ക് കിട്ടും. അങ്ങനെ ഒരു മൈക്കും കൂടി വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല വോയിസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നല്ല ഫുട്ടേജസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുട്ടേജസ് എടുത്താൽ മാത്രം മതിയോ? അതിന് ശേഷമുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ബൈക്ക് റൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബൈക്സിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും മടി എഡിറ്റ് ചെയ്യുന്നൊരു കാര്യത്തിലാണ്. അത് ആലോചിച്ചിട്ടായിരുന്നു ഞാൻ ഒരിക്കലും യൂട്യൂബ് എന്നൊരു സംഭവത്തിലേക്ക് ഞാൻ തിരിയാതിരുന്നത് തന്നെ. പക്ഷേ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻട്രസ്റ്റോടുകൂടി ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വീണ്ടും പഠിക്കാൻ പറ്റും. ഒരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. മൊബൈലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ആപ്സിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലാപ്ടോപ്പോ അല്ലെങ്കിൽ അതിന് അഡോബ് പ്രീമിയർ പ്രോ ഒന്നും വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ആപ്സ് ഡാവിഞ്ചി ഒന്നും വേണമെന്നൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ ക്വാളിറ്റിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല എഡിറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ക്യാമറയിലുള്ള ഒരുപാട് പരിമിതികളൊക്കെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മറികടക്കാൻ പറ്റും. നിങ്ങളുടെ എഡിറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റും. നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പണമില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗോപ്രോ വാങ്ങാനോ അല്ലെങ്കിൽ ഐഫോൺ വാങ്ങാനോ ഒന്നും പണമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാതെ മടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫോൺ വാങ്ങി അത് വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐഫോണിലേക്ക് പോകണ്ട എന്നാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോണിൽ മൈക്കൊന്നും അങ്ങനെ കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു ആൻഡ്രോയിഡ് ഫോൺ നല്ലൊരു ക്യാമറയുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈക്ക് അതിൽ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിൽ പവർ നല്ലതാണെങ്കിൽ, അത്ര സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പണം കണ്ടെത്താൻ പറ്റും. ഗോപ്രോ അല്ല, ഗോപ്രോയുടെ അപ്പനെ വാങ്ങാനുള്ള പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊന്നും ഒരു സീനുള്ള കാര്യമല്ല. കാരണം എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാൾ മലയാളിയായിരിക്കും, നാട്ടിലൊക്കെ അത്യാവശ്യം നിങ്ങൾ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ എവിടെയും ജോലിക്ക് പഞ്ഞൊന്നുമില്ല, നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ തന്നെയുണ്ട് എൻ്റെ ഒരു വിശ്വാസം. കാരണം സൈക്കിളിൽ ചായ വിട്ടിട്ട് ഓൾ ഇന്ത്യ റൈഡ് നടത്തിയ നിത് ടീബ്രോ പോലെയുള്ള ആൾക്കാരൊക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന, ലോകരാഷ്ട്രങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലേക്കും ടൂർ പോയ പലരെയും നമുക്കറിയാം അങ്ങനെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വിൽ പവർ, നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രോങ് ആണ് ആ ഒരു ആഗ്രഹം എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോട്ടോ വ്ളോഗർ ആവണം, ഒരു ഓട്ടോ ജേർണലിസ്റ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗർ ആവണം, യൂട്യൂബർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും, നിങ്ങൾക്ക് അത് സ്വരൂപിക്കാൻ പറ്റും എന്നാണ് ഞാൻ തരുന്നൊരു വിശ്വാസം. ഞാനും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ടോ അല്ലെങ്കിൽ വെള്ളിക്കരണ്ടിയായിട്ടോ ജനിച്ച ഒരാളൊന്നും അല്ല. ഞാൻ എൻ്റെ സ്വന്തം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ടാണ് ക്യാമറ ആയാലും ബൈക്കായാലും ഇതൊക്കെ വാങ്ങിയത്. അപ്പോൾ അത് ഞാൻ എന്തായാലും കോൺഫിഡൻസോടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കും പറ്റുന്നൊരു സംഭവമാണ് ഇത്, ഏതൊരു ലെവലിലേക്കും അച്ചീവ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാനും ആഗ്രഹിക്കുകയാണ്, ഇല്ല എനിക്കൊരു DSLR കൂടിയേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് ഗോപ്രോയുടെ ഇത്തിരി കൂടിയ മോഡൽ അതുകൊണ്ട് എൻ്റെ വ്ളോഗിങ് അടിപൊളിയാവും എന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള ഈ ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് മതി. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈക്ക് റിലേറ്റഡ് കണ്ടൻസാണ് നമ്മുടെ ചാനലിൽ മെയിനായിട്ടുള്ളത്. പുതു ബൈക്കർ ഇസ് ഓൾ അബൌട്ട് 2 wheels ആൻഡ് ദെയർ ജേർണീസ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.